പിന്നെ ആ സിനിമ പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ തരത്തിലുള്ള വിവേചനങ്ങൾ അവസാനിക്കുകയല്ല, വളരെ കൂടുതലായി വരികയാണ്. ഇപ്പോ അവസാന ഘട്ടത്തിൽ PC സ്കോളറായിട്ടുള്ള ഒരു കുട്ടി ഒരു വാക്കിന്റെ വധിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് രാജ്യം ഇന്ന് പോകുന്നത്. അപ്പോ ഈ കേരളം അതിൽ നിന്ന് കുറെ കൂടി വ്യത്യസ്തമാണ് എന്നുള്ളത്. അല്ല, കേരളം വ്യത്യസ്തമാണല്ലോ. കാരണം കേരളത്തില് ഹെൽത്ത് ഇൻഡെക്സ് ആയാലും കേരളത്തിലെ സോഷ്യൽ എന്താ പറയുക, നമ്മുടെ അതിന്റെ എല്ലാ സൂചികകളും മാനദണ്ഡങ്ങളെല്ലാം വ്യത്യാസമാണ്. പക്ഷേ കേരളത്തിൽ അത് വളരെ റൂട്ടഡ് ആയ രീതിയിലേക്ക് കേരളത്തിൽ വളരെ ശക്തമാകുന്നു എന്ന് പറയാനാണ് ശ്രമിച്ചത്. കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ കേരളം മനോഹരമാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ സിനിമ എടുക്കേണ്ട ആവശ്യമില്ല. ടൂറിസത്തിന്റെ ഒരു പരസ്യം. പക്ഷേ കേരളത്തിൽ ജാതി വർക്ക് ചെയ്യുന്നതും നോർത്ത് ഇന്ത്യയിൽ ജാതി വർക്ക് ചെയ്യുന്നതും രണ്ട് തരത്തിലാണെന്നാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. അതേസമയം ഒന്ന് മറ്റൊന്നിനേക്കാൾ കുറവ് കൂടുതലാവുന്നില്ല. കാരണം കേരളത്തിൽ ജാതി കൾച്ചറലി വലിയ രീതിയിൽ നമ്മൾ ഇൻഫെക്റ്റഡ് ആണ്. അതിന്റെ എല്ലാ തരത്തിലുള്ള അടിവേരുകളിലും അതിന്റെ എല്ലാ തരത്തിലുള്ള ഫ്ലൂസിലെല്ലാം ജാതി തിരിച്ച് വളരെ ശക്തമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ്. ആ കൺസേൺസ് ആണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടൊരു കഥയിൽ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നു എന്ന് പറയാൻ ശ്രമിച്ചാണ്. കാരണം നോർത്തിൽ ഇങ്ങനെ ഒരു ദുരഭിമാനക്കൊലയോ ഒരു ജാതിക്കൊലയോ നടക്കുന്നു എന്നുള്ളതൊരു വലിയ വാർത്തയല്ല. അത് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കേരളത്തിൽ വളരെ അടിവേരുകളിൽ അല്ലെങ്കിൽ എല്ലാ തട്ടുകളിലും കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ഘട്ടത്തിൽ നമ്മൾ വളരെ പുരോഗമനപരമായ കുറെ കാര്യങ്ങളിലൂടെ കടന്നു വന്ന സമൂഹം തിരിച്ചു വീണ്ടും ഈ ജാതിയെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് വേറെ തരത്തിലാണ്. അതിന്റെ ഒരു കാര്യം പോസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. മധുരയില് നിങ്ങൾക്ക് തിരുനെൽവേലിയിലോ നടക്കുന്ന പോലെയുള്ള ഒരു ജാതീയതയല്ല കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ കൾച്ചറലിയാണ് അത് പാരമ്പര്യങ്ങൾ കൂടി വരുന്നു, അല്ലെങ്കിൽ പാരമ്പര്യവാദങ്ങൾ കൂടുന്നു, തറവാട്ട് മഹിമകൾ കൂടുന്നു, തറവാട്ട് ക്ഷേത്രങ്ങൾ കൂടുന്നു. ആ തരത്തിലേക്കുള്ള ഒരു പാരമ്പര്യ ബോധത്തിലൂടെ അല്ലെങ്കിൽ കൾച്ചറലി വിവാഹം, മറ്റു കാര്യങ്ങൾ, ബന്ധങ്ങൾ, ഇപ്പൊ എല്ലാവർക്കും വാട്സാപ്പ് കൂട്ടായ്മകളുണ്ട്. ഓരോ തറവാട്ടുകാർക്കും ഓരോ ജാതിക്കാർക്കും ഈ സിനിമയിൽ പറയുന്നുണ്ട് എല്ലാ ജാതിക്കും മാട്രിമോണിയുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അപ്പൊ അതിന്റെ ആങ്സൈറ്റി ആണ് കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ പങ്കുവെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടൊരു UP നടക്കുന്ന അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നടക്കാനിടയുള്ള ഒരു കൊലപാതകത്തെ അത് ഞാൻ ഷൂട്ട് ചെയ്യാനുള്ള ഒരു കാരണം, UP മാധ്യമ പ്രവർത്തകനായിരുന്ന സമയത്ത് അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ അലഹബാദ് ലോ കോളേജിലെ LLB സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഇതേ പേരുകാരനായ ഒരു പയ്യൻ ഒരു റെസ്റ്റോറൻറ്റില് കഫേയിലേക്ക് കയറുന്ന സമയത്ത് അവരുടെ കാല് ഈ അവിടുത്തെ ഈ പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ കൂടെ തട്ടുകയും അതിനെ തുടർന്ന് ആ ഫോണിൽ സംസാരിച്ച് കയറുന്നതിനിടയിൽ ഈ ശരീരം ടച്ച് ചെയ്തതിനുള്ള പേരിൽ അവരുടെ പേര് ചോദിച്ചിട്ട് ആദ്യം മനസ്സിലാക്കിയിട്ടാണ് അവിടെ വെച്ച് ഇഷ്ടിക്ക് അടിച്ച് തല്ലിക്കൊന്നിട്ടുള്ള ഒരു വാർത്ത നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അത് ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെ എല്ലാം വലിയ വാർത്തയായ ഒരു സംഭവമാണ്. ആ സംഭവമാണ് എനിക്ക് സത്യത്തിൽ ഇത് എഴുതുന്ന സമയത്ത് അത് ധാരാളം നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ അത് ഒരാളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാൻ ചെറിയ കാരണം മതി, അയാളുടെ ജാതി തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ എന്നുള്ളതാണ്. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ ആ ആശങ്കയിലേക്ക് കേരളം ഭാവിയിൽ കടന്നു പോകുന്നു എന്നുള്ള ആശങ്ക ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതില് ഇല്ലാത്തൊരു ഭൂതകാലമാണ് ഈ പാരമ്പര്യവാദികൾ സൃഷ്ടിച്ചത്. കൃത്യമായിട്ട് ഇല്ലാത്തൊരു ഭൂതകാലം. കാരണം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പല ഉന്നത ജാതിക്കായിട്ടും എഴുത്തും വായന അറിയാത്ത സംഭവം. ഇപ്പൊ വീട്ടിൽ പെട്ടതിൽപ്പാടിന്റെ ആത്മകഥയും പറഞ്ഞിട്ടുണ്ട്, അത് എഴുത്തും വായന കിട്ടിയാണ്. അതൊരു പെൺകുട്ടി പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഇത് പഠിക്കുന്നത്. പക്ഷെ അതേസമയം നമ്മൾ കുമാരനാശാന്റെ കഥ വായിക്കുമ്പോ കുമാരനാശാന്റെ അച്ഛൻ നല്ല കാവ്യങ്ങൾ എഴുതുന്ന മനുഷ്യരായിരുന്നു. ആ കാവ്യങ്ങൾ സംസ്കൃത വിദൂഷിയായിട്ടുള്ള അമ്മ അത് ചിട്ടപ്പെടുത്തി ചൊല്ലുമായിരുന്നു. അപ്പൊ വീട്ടിൽ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലാണ് കുമാരനാശാൻ വളർന്നത്. നേരെ മറിച്ച് ഈ ഉന്നത കൊലയാതരായിട്ടുള്ള കക്ഷികൾക്ക് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെയാണ് ഇപ്പോൾ നേരെ തിരിച്ചെടുത്തത്. അതിന് കാരണം നമ്മൾ ഈ സാംസ്കാരിക നവോത്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാത്തത്. അതെ, മാത്രമല്ല ഈ നമ്മളിപ്പം സോഷ്യൽ ആന്ത്രോപോളജി നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര തലമുറ മുൻപ്
നമ്മുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാരെ നമുക്ക് പറയാൻ പറ്റും, എടുത്തു പറയാൻ പറ്റും. ഒരു 5 തലമുറ മുമ്പ് 6 തലമുറ മുമ്പ് നമ്മുടെ അമ്മയോ തള്ളയോ ആരാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. ഈ ലോകത്തുണ്ടായ എല്ലാ തരത്തിലുള്ള ഈ പറയുന്ന തരത്തിൽ സങ്കര സംസ്കൃതി ഉണ്ടായവരാണ് അല്ലെ. ഇപ്പൊ നമ്മളുടെ ഇവിടുത്തെ ആഫ്രിക്കൻ നമുക്കിപ്പോ മസായിമാര നാഷണൽ പാർക്കിന്റെ ഭാഗത്തുള്ള ട്രൈബൽ വിഭാഗങ്ങളുടെ അനുഷ്ഠാന കലയും ഞാൻ ഈ സിനിമയിലുള്ള ഈ ഇത് തമ്മിൽ ഞാൻ അതിന്റെ ഒരു വീഡിയോ കണ്ട സമയത്ത് അതിന്റെ താളമായിട്ടും അതിന്റെ റിച്വൽസിന്റെ അവരുടെ രൂപങ്ങളുമായിട്ടും എല്ലാമായിട്ടും വലിയ സാമ്യം തോന്നിയിട്ടുണ്ട്. അത് ഈ പറയുന്ന ദ്രവിഡിയൻ താളം എന്നൊക്കെ പറയുന്നത് ലോകത്തിലെ പല മേഖല, കാരണം ഓരോ സമൂഹങ്ങൾ അങ്ങനെ നടന്നു വന്നു, ഓരോ മേഖലകളിലൂടെ കടന്നു വന്നും ജീവിച്ചും അതിജീവിച്ച് പോരാടിയും ഉണ്ടായ സമൂഹങ്ങളാണ് ഇതെല്ലാം. ഒക്കെ സങ്കര സംസ്കൃതിയാണ്. എന്താണ് ഈ പ്യൂരിറ്റൻ മതം എന്ന് പറയുന്നത്? ഒരു ഇനിയിപ്പോ 10 തലമുറയ്ക്ക് മുമ്പ് ആരാണ് നമ്മുടെ അച്ഛനമ്മ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അപ്പോ ഒരു 5-6 തലമുറയ്ക്ക് മുമ്പ് സ്വന്തം ഈ പറയുന്ന പൈതൃകത്തിന് എന്ത് പ്രസക്തിയാണ്? കാരണം അന്ന് ലോകം എങ്ങനെയാണ് ജീവിച്ചത്? അതുകൊണ്ടാണ് കാഞ്ചന സീരിയലിൽ ആളുകൾ എങ്ങനെയാണ് അവരുടെ കോസ്റ്റ്യൂം എന്തായിരുന്നു? നമ്മളിപ്പോ ടെലിവിഷനിൽ കാണുന്ന രാമായണമാണ് കാഞ്ചന സീരിയൽ. കാരണം ആ സമൂഹം അങ്ങനെയായിരുന്നു. അത്രമേൽ അതിനെക്കുറിച്ച് ഒരു ബേസിക് നോളജ് ഇല്ലാത്ത തരത്തിലേക്കുള്ള പാരമ്പര്യത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇത്തരം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു കുടുംബക്കാരൻ ഫോറിനിലൂടെ കഥ പറയാൻ ശ്രമിക്കുന്നു വെച്ചാൽ, എന്നെ സംബന്ധിച്ച് എന്നെ എഴുത്തിൽ ഫാസിനേറ്റ് ചെയ്ത ആൾക്കാർ കോവിലും സിരി ശ്രീരാമനും ഒക്കെയാണ്. അപ്പം അവരുടെ കഥകളിൽ ഇപ്പൊ തോറ്റങ്ങളിലാണെങ്കിൽ തട്ടകം പോലെ അല്ലെങ്കിൽ തോറ്റങ്ങൾ പോലുള്ള കൃതികളിലും സിരി ശ്രീരാമന്റെ കഥകളിൽ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു മനുഷ്യരുണ്ട്. അത് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞ പോലെ ഡോക്ടർ എ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഏത് കാലത്താണ് 40-കൾ 50-കൾ കാലത്ത് ലോകത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ഒരു സാധാരണ നമ്മൾ ഈ പറയുന്ന വാചകം ഉപയോഗിച്ചാൽ ഒരു കീഴാള സമൂഹത്തിൽ ഉണ്ടായ ഒരു ആളുകളാണ്. ഇതുപോലുള്ള മനുഷ്യരുണ്ട്. ദാക്ഷായണി വേദത്തിന് കേരളത്തിൽ എത്ര പേർക്ക് ഞാൻ ചോദിക്കുന്നത്, KR നാരായണന്റെ ബന്ധുക്കളെ പോലും പലർക്കും അറിയില്ല അല്ലേ? അതേസമയം അങ്ങനെ അല്ലാത്തൊരു പാരമ്പര്യത്തിൽ വന്നപ്പോ നമുക്ക് എന്താ പറയാ, മനുവസ് പിള്ളയെ നമുക്കറിയാം അല്ലേ? അപ്പോ ഞാൻ പറയുന്നത് അദ്ദേഹം വലിയ റിസർച്ച് ചെയ്യുന്ന ആളാണ്, വലിയ മിടുക്കനാണ്. ഞാൻ പറയുന്നത് എക്സ്പോഷർ ലെവൽ എന്ന് പറയുന്നത് പ്രിവിലേജുമായി ബന്ധപ്പെട്ട സാധനമാണ്. ആ പ്രിവിലേജിന് നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിന് അല്ലെങ്കിൽ അവരുപയോഗിച്ചില്ലെങ്കിൽ പോലും നാട്ടുകാരത് ഉപയോഗിക്കും. ഇത് വലിയ ഒരു മാറ്റമാണ്. അത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഒരു എന്താ പറയാ, ഇതിലിങ്ങനെ അഭിരമിക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ്. VK-ന്റെ ഒക്കെ സ്ഥിരമായി വായിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് കണ്ടൻകോരൻ സ്കന്ധകോരനായിരിക്കാമെന്ന് VK പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ അന്നത്തെ ജാതി വിഷമം കൊണ്ട് അവരെ കണ്ടൻകോരനാക്കിയതാവാം എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ ഈ സംഗതികൾ വായിച്ച് ആണ് നമ്മൾ ഇതിനെ കഥ രൂപപ്പെടുന്നത്. കോരനെ സംബന്ധിച്ച് ഗുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ കഥകൾ പറയുന്ന പോലെയാണ്. കോരൻ ഒരുപക്ഷെ കാവലെ ഭഗവതിനടുത്ത് പോയിട്ട് എന്റെ ഒരു നിരീശ്വരവാദിയാക്കി തന്നെ ഭഗവതി എന്ന് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള പോലെ ഒരേ സമയം ഭഗവതിയും അതേസമയം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു നിഷ്കളങ്കനായ മനുഷ്യന്റെ കഥ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കഥയിലൂടെ നമ്മൾ ഇന്ത്യൻ അല്ലെങ്കിൽ കേരളത്തിൽ